മക്കളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇനി ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ചെറുപയർ കറിയുടെ റെസിപ്പിയാണ്. തേങ്ങ ചേർക്കാതെ നല്ല കുറുകിയ ചാറോടുകൂടി തയ്യാറാക്കിയിരിക്കുകയാണ്. ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും കഞ്ഞി കുടിക്കാനും പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കറിയാണ്. ചെറുപയർ എന്ന് പറയുമ്പോൾ വളരെയേറെ പോഷകങ്ങളുള്ള ഒരു സീഡാണല്ലോ. ഇതിനകത്ത് പ്രോട്ടീൻ, വൈറ്റമിൻസ്, നാര് എന്നിവയാൽ നിർമ്മിതമാണല്ലോ. അപ്പം ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറിയൊന്നും വേണ്ട. ഇതിൽ നിന്ന് നമുക്കെല്ലാം കിട്ടും. ചോറിൻ്റെ കൂടെ കഴിക്കാനും വളരെ നല്ലതാണ്. വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കറി മാത്രം മതി കേട്ടോ. പയർ ഇരിപ്പുണ്ടെങ്കിൽ കറിയില്ലാത്ത ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു കറി വെച്ച് കൊടുത്താൽ കുട്ടികളും മുതിർന്നവരും ഒക്കെ ആസ്വദിച്ച് കഴിക്കും. അപ്പം 200 ഗ്രാം ചെറുപയറാണ്. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഇപ്പം വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ഇത് പെട്ടെന്ന് ചിലപ്പോൾ അങ്ങ് വെന്തും പോകും. അപ്പോൾ ഈ ഒരു കറിക്ക് വെള്ളത്തിലിടാതെ കറി വെക്കുന്നതായിരിക്കും അത് നല്ലത്. അപ്പോൾ നമ്മൾ ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കഴുകി ആവശ്യത്തിന് വെള്ളവും എടുത്തുകൊണ്ട് വരാം. ഇതിനകത്ത് കല്ലും ഒക്കെ എടുത്ത് കളഞ്ഞ കേട്ടോ, ഒന്നുമില്ല. നല്ല പ്യുവറായിട്ടുള്ള ചെറുപയറാണ്. അപ്പോൾ ഇതെല്ലാം കഴുകി വെള്ളം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിനി കുക്കറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുക്കറിനകത്ത് വേവിക്കുമ്പോൾ നമ്മൾ 2 ഇഞ്ച് പൊക്കത്തിൽ വെള്ളം നിൽക്കണം. കാരണം കുതിർക്കാത്തതായതുകൊണ്ട് ഇത് വെന്ത് കുതിർന്ന് വരാൻ വെള്ളം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് 2 ഇഞ്ച് പൊക്കത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ കൈ കണ്ടില്ലേ, കൈ കൊണ്ട് ഞാൻ കാണിക്കുവാണേ. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇടുന്നുണ്ട്. ഗ്യാസ് പ്രോബ്ലം ഒക്കെ വരാതിരിക്കാനും നല്ലൊരു ടേസ്റ്റിനും ഒക്കെ ആയിട്ടാണ് ഇതേ രീതിയിൽ. അപ്പം വെന്ത് ഇതിനകത്ത് അങ്ങ് ചേർന്നോളും കേട്ടോ നമ്മുടെ. അപ്പോൾ ഈ കറിക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പയർ വെന്തുടയാനും പാടില്ല. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമ്മൾ ഇതൊന്ന് കൂട്ടി ഇളക്കിയിട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് ഒരു 5-6 വിസിലടുപ്പിക്കുക. കാരണം ഇതൊന്നും വേവണമല്ലോ, കുതിർന്ന് വേവണം. അപ്പോൾ നമ്മളിങ്ങനെ അടച്ചു വെച്ച് കുക്കറിൽ വെച്ച് ഞാനിത് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം വെന്തു, എൻ്റെ ആവിയൊക്കെ പോയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് വെന്തു, ഉടഞ്ഞു പോയിട്ടില്ല. നമ്മുടെ വെളുത്തുള്ളിയെല്ലാം വെന്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനി കറിയാകുമ്പോൾ ഇതങ്ങ് ഉടഞ്ഞ് ചേർന്നോളും. പക്ഷേ നമ്മുടെ പയർ ഉടയാൻ പാടില്ല കേട്ടോ. ഇതേ രീതിയിൽ കിടക്കണം. അതാണ് ഈ കറിയുടെ ടേസ്റ്റ്. അല്ല ഉടഞ്ഞു പോയാൽ അതങ്ങ് ഉണ്ട കെട്ടി കിടക്കും. പെട്ടെന്ന് കട്ടി പിടിക്കുകയും ചെയ്യും, ലൂസ് കാണത്തില്ല കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ഇങ്ങനെ കിടക്കണം. വേവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ആവരണത്തിനകത്ത് തന്നെ ഇതിൻ്റെ പൾപ്പൊക്കെ ഇരിക്കണം, അതായത് ഇതിൻ്റെ മാംസമൊക്കെ. അപ്പം നമുക്കിനി കറി തയ്യാറാക്കാനായിട്ട് ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ എന്ന് പറയാൻ 3 ടീസ്പൂണാണേ. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം കേട്ടോ. വലിയ ജീരകവും ചെറിയ ജീരകവും ഇല്ല, ഇത് ചെറിയ ജീരകമാണ് നമ്മൾ ഇങ്ങനെ ഉള്ള കറിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, തക്കാളിയുണ്ട്, 3 പച്ചമുളകുണ്ട്, കറ്റൽമുളക്, കറിവേപ്പില. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനിയും ചെറിയ ഉള്ളി, നമ്മൾ കടുക് താളിക്കാനായിട്ട് ചേർക്കുന്ന പോലെ തന്നെ ചെറിയ ഉള്ളി 3-4 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്ത് പച്ചമുളക് വിട്ട് നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് ഒന്ന് മൂത്തോണ്ട് പോകുന്നു കേട്ടോ. കറിവേപ്പില ഇട്ട്, അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കറിവേപ്പില ഇട്ട് പിന്നെ പച്ചമുളക് വിട്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പൊടികളായ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂടുതലോ കുറവൊക്കെ ചേർക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് കൂട്ടി മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ സവാള എടുക്കുള്ളൂ കേട്ടോ. സവാള ഇതിൻ്റെ കൂടെ അങ്ങ് വഴറ്റിയെടുത്താൽ നമുക്ക് കടിക്കാൻ കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ പയർ കൂട്ടുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ തക്കാളിയും കൂടി ഇട്ടങ്ങ് വഴറ്റുന്നുണ്ട്. കാരണം അപ്പോൾ ഈ തക്കാളിയുടെ വെള്ളം സവാളയും കൂടെ വെള്ളം ചേർന്നതൊന്ന് വേവണം. അത് മൂത്ത് പോവണ്ട കേട്ടോ, എണ്ണയ്ക്കകത്ത് കിടന്ന് മൂപ്പിക്കണ്ട. അപ്പോൾ ഈ കറിയുടെ ടേസ്റ്റിൻ്റെ ഒരു ഹൈലൈറ്റ് അതാണ്. നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് നമ്മുടെ ഈ സവാള അങ്ങ് മൂപ്പിക്കത്തില്ല. അപ്പോൾ ഈ തക്കാളിയുടെ വെള്ളവും സവാളയുടെ വെള്ളവും കൊണ്ടാണ് ഇതൊന്ന് വെന്ത് മൂത്ത് ഈ തക്കാളി അങ്ങോട്ടാണ് നമ്മൾ അതിനായിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സവാള ഇട്ടങ്ങ് വഴറ്റുണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം സവാള ഇട്ടില്ലല്ലോ. ഇതെല്ലാം മൂത്തതിന് ശേഷമല്ലേ ഇട്ടത്. കാരണം ഇതങ്ങ് മൂത്തങ്ങ് ക്രിസ്പി ആയിപ്പോയാൽ നമുക്ക് കറി കൂട്ടുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടത്തില്ല. അതിനുവേണ്ടിയാണ് ഇപ്പം അങ്ങനെ ചെയ്തത്. അപ്പോൾ സവാളയുടെ വെള്ളവും ഈ തക്കാളിയുടെ വെള്ളവും ചേർന്ന് നമ്മുടെ സവാള അങ്ങ് വേവുകയും ചെയ്യും, തക്കാളിയും വെന്തുടയും. അപ്പോൾ നമുക്ക് കറി കൂട്ടുമ്പോൾ ഇതൊന്ന് കടിക്കാനും കിട്ടും കേട്ടോ. അതാണ് ഈ കറിയുടെ ടേസ്റ്റിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ നമ്മുടെ തക്കാളിയും സവാള എല്ലാം വെന്ത് നല്ല ഉടഞ്ഞിട്ടുണ്ട് തക്കാളി. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ
വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പയറിട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പം കണ്ടില്ലേ, നമ്മുടെ ആ വെളുത്തുള്ളി എല്ലാം ഇതിനകത്തങ്ങ് ഉടഞ്ഞ് ചേരും. പിന്നെ നമ്മുടെ പയർ കൊത്തി ഇളക്കരുത് കേട്ടോ. കൊത്തി ഇളക്കിയാൽ അത് ഉടഞ്ഞു പോകും. അപ്പോൾ പയർ, ഈ ഒരു കറിക്ക് പയർ ഉടയാൻ പാടില്ല. എന്നാലേ ഇത് പയർ കറിയായിട്ട് ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ പയറും വെള്ളവും എല്ലാം കൊണ്ട് ഇങ്ങനെ ലൂസായിട്ട് കിടക്കുന്ന കാണാനാണ് ഭംഗിയും കൂട്ടാനും ഭംഗി. പിന്നെ ഇത് ഉടച്ചു പോയാൽ ഇതങ്ങ് ഉണ്ടയായി പോകും. ഉണ്ട കെട്ടി കുറുകി പോകും. ഇതങ്ങ് ഉണ്ട കെട്ടുമല്ല, കുറുകി പോകും. കുറുകിയാൽ ആ കറി കൂട്ടാനൊരു ടേസ്റ്റും കാണില്ല. നമ്മൾ കുറുകുന്ന കറി കൂട്ടി ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും ഒന്നും വലിയൊരു സുഖം കാണത്തില്ല. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇത്രയും വെള്ളം മതി. ഇച്ചിരി വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും നമ്മൾ പയർ ഉടച്ചില്ലെങ്കിൽ നല്ല കുറുകിയ ചാറോട് കൂടി തന്നെ ഇത് വരും. നമ്മുടെ തക്കാളിയും ഒക്കെ ഇങ്ങനെ ഉടച്ച് ചേർത്തത് കൊണ്ട്. അപ്പോൾ ഉപ്പ് നോക്കി എന്നിട്ട് വീണ്ടും നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇത്രയും വെള്ളം മതി. കണ്ടില്ലേ, അടച്ചു വെച്ച് ഈ മസാലകളും പയറോടൊന്ന് സെറ്റാകുമ്പോൾ കണ്ടില്ലേ, നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പയറൊന്നും ഉടഞ്ഞിട്ട് ഇളക്കി തവി ഇങ്ങനെ അടുക്കി കൂട്ടി ഇളക്കാവുള്ളൂ. ഉടച്ച് ഇളക്കരുത് കേട്ടോ. ഇങ്ങനെ അടുക്കി കൂട്ടി ഇങ്ങനെ ഒന്ന് കോരിയെടുത്ത് പൊക്ക. കണ്ടില്ല വേണ്ട, ഇവിടെ പയർ വെന്തുടഞ്ഞിട്ടില്ല. ഇതേ രീതിയിൽ തന്നെ പയർ കിടക്കണം. എങ്കിലേ ഈ കറിക്കൊരു ടേസ്റ്റുണ്ട്. എങ്കിൽ പോലും ഒരു സുഖമുള്ളത് നമുക്ക് ചോറിനകത്തും ചപ്പാത്തിക്കകത്തും പുട്ടിനകത്തൊക്കെ ഒഴിക്കുമ്പം പയറും വെള്ളവും എല്ലാമായിട്ട് ഇങ്ങനെ കിടക്കണം. അത് കാണാൻ ആ ഭംഗി. അപ്പോൾ നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ കറിയെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു കറി ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ പച്ചക്കറിയൊന്നും ഇല്ലെങ്കിൽ ഇതേപോലെ പയറുണ്ടെങ്കിൽ ഒരു കറി വെച്ചാൽ നമുക്ക് പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും നാരും ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാ ആരോഗ്യ ഗുണങ്ങളും ഉള്ള ഒരു സീഡാണല്ലോ നമ്മുടെ ചെറുപയർ. അപ്പോൾ പ്രോട്ടീൻ വേണമല്ലോ. അപ്പോൾ മീനോ മുട്ടയോ ഇറച്ചിയോ ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഇതേപോലെ കറിയുണ്ട് എല്ലാ പോഷകങ്ങളും നമുക്ക് കിട്ടും. പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണല്ലോ നമ്മുടെ ഈ ചെറുപയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചെറുപയർ കറി കണ്ടില്ലേ, നല്ല സെറ്റായി നല്ലതായിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ മക്കളെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒറ്റ തവണയെങ്കിലും ഇതൊന്ന് വെച്ച് നോക്കണം. കണ്ടില്ലേ, പയറൊന്നും ഉടഞ്ഞിട്ടില്ല. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത്. എന്താ രുചിയാണെന്നറിയാമോ ഈ ഒരു കറി കൂട്ടി ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും കഞ്ഞി കുടിക്കാനും ഒക്കെ നല്ല കറിയാണ്. ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ഇത് മാത്രം, പിന്നെ ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. അപ്പം മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റും ലൈക്കും അതുപോലെ തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് അമ്മയെ സഹായിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ മക്കളെ. പിന്നെ ഇങ്ങനെ നമ്മൾ എന്നും ഉണ്ടാക്കണമെന്ന് തോന്നും. പിന്നെ ചെറുപയർ നമ്മുടെ വീട്ടിൽ എന്നും സ്റ്റോക്കായിരിക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ പോഷക ഗുണമുള്ളതാണല്ലോ. ചെറിയ കുട്ടികൾക്കൊക്കെ ഇതങ്ങോട്ട് ഉടച്ച് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ മക്കളെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.